പ്രിയമുള്ളവരെ, ഇത് കുമാരൻ വയനാട്, ചൂരൽമലയുടെ സ്വന്തം വ്ളോഗർ. തൻ്റെ നാടിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ തൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലൂടെ പുറം ലോകത്തെ അറിയിച്ചിരുന്ന വ്യക്തി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ദുരന്തത്തിൽ അദ്ദേഹത്തെയും ഭാര്യയെയും നാടിന് നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തൻ്റെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറം ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. ഈ പാലത്തിന് പകരം മറ്റൊരു പാലത്തിൻ്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ പാലം നിർമ്മാണത്തിലെ അപാകതകളും അത് വരുന്നത് മൂലം നാടിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ പ്രദേശം പരിസ്ഥിതി ലോലവും പൊതുവെ വെള്ളപ്പൊക്ക സാധ്യത ഉള്ള സ്ഥലമാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വ്യക്തമായി അറിയുന്ന ഇവരെ പോലെയുള്ള ആളുകളുടെ ഉപദേശങ്ങൾ പോലും ചെവിക്കൊള്ളാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അമ്പേ പരാജയമായി. ഇനിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാം. ഇതാണ് പുഴ കേട്ടോ. ഈ പുഴയിൽ മഴക്കാലത്ത് വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ഈ ഭാഗം താമസിക്കുന്ന ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി എത്ര പെട്ടെന്ന് നീക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി. വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന പുഴയുടെ ദൃശ്യങ്ങളാണിത്. അതിനു മുന്നിലായി സ്കൂൾ മൈതാനവും കാണാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വർഷകാലങ്ങളിൽ ഈ പുഴ കവിഞ്ഞു ഒഴുകിയിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പാലം കടന്ന് നേരെ പോയാൽ ഒരു ജംഗ്ഷനിൽ എത്തും. ഈ വലത്തേക്ക് കാണുന്ന റോഡ് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇടത്തേക്ക് കാണുന്ന ഈ റോഡ് ചൂരൽമല പ്രദേശത്തേക്കുള്ളതും. അവിടെയാണ് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഈ കാണുന്ന അമ്പലവും വഴികളും പാലങ്ങളുമെല്ലാം ഇപ്പോൾ വെറും ഓർമ്മകൾ മാത്രം. ആ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഈ പ്രദേശത്തെ പുഴയിൽ വെള്ളം കടന്നു പോകുന്നതിനായി കുഴലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ മുകളിലാണെങ്കിൽ ഒരു വാഹനം മാത്രം കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. ഈ പാലം പണിക്ക് അനുമതി നൽകിയ ഭരണകൂടവും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയറും പ്രതിക്കൂട്ടിലാവും. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ ആ പാലത്തിൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ബദൽ പാലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാട്ടോ ആ പാലം. ബദൽ പാലാണ്. ഇത് കൂടാതെ നമ്മൾ വണ്ടികൾ ചൂരൽമല വന്ന് റിട്ടേൺ കയറി പോണ പാലാട്ടോ അത്. ഇത് കണ്ടോളി. പണി പകുതിയിലാക്കി നിർത്തിക്കാം. ഇതിൽ എങ്ങനെ വണ്ടി വരിക? ഇതാണ് പുഴ. ഈ പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം പരിസരം വീടുകളൊക്കെ കയറി മറയും. ഒരുപാട് സ്ഥലങ്ങളാണ്, ഒരുപാട് വീടുകൾ ഇവിടെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അല്ലാതെ ഇവിടെ വെള്ളം കയറിയിട്ട് ജനങ്ങൾ എല്ലാ വർഷം മാറി താമസിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ വർഷം, ഈ അടുത്ത വർഷം മഴക്കാലത്ത് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഇതിലൊരു പണി നടന്നിട്ടില്ല. ഈ പണി പകുതിയിലായി കിടക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആ പഴയ പാലം മുതൽ പുതിയ പാലം വരെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കോൺട്രാക്ടർക്കാരൻ പറഞ്ഞത് ആ പഴയ പാലം പൊളിച്ചിട്ട് 2 മാസത്തിനുള്ളിൽ ഈ പുതിയ പാലം പണി പൂർത്തിയാക്കി കൊടുക്കാനാണ് യൂണിയൻകാരൊക്കെ പാർട്ടിക്കാരൊക്കെ വിളിച്ചിട്ട് അവർ സംസാരിച്ച് തീർത്തിട്ടാണ് ഈ പണി തുടങ്ങിയത്. പക്ഷേ ഈ കോൺട്രാക്ടർക്കാരൻ ഈ പണി ചെയ്തിട്ട് പകുതിയിലാക്കി വിട്ടിട്ട് പോയ ആളാണ്. ഈ ഭാഗം തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അപ്പോൾ ആ പാലം പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം കാണുന്ന വീടുകളൊക്കെ ആകെ വെള്ളത്തിലായി പോകും. ഒരുപാട് ഈ ഭാഗം പുഴേൻ്റെ പക്കത്തുള്ള വീടുകൾ, ഒരുപാട് വീടുകളുണ്ട്. ഈ വീടുകളൊക്കെ ആകെ വെള്ളത്തിൽ മഴക്കാലത്ത് മുങ്ങി പോകും. അല്ലാതെ എല്ലാ വർഷകാലം ഇവിടെ പുഴയിൽ വെള്ളം കൂടിയിട്ട് ജനങ്ങൾക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റാത്ത
സ്കൂളിലും ക്യാമ്പിലുമൊക്കെ താമസം ആയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് മഴ കുറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് അവരൊരു റൂമിൽ കയറി കൂടുക. പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കണം. ഈ വണ്ടി വാഹനങ്ങൾ അപ്പുറത്ത് കടന്നു പോകാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കണം. അപ്പോൾ 11-ാം വാർഡും 10-ാം വാർഡിൽ അട്ടമല താമസിക്കുന്ന ജനങ്ങൾ ഒറ്റപ്പെട്ടു പോവും. ആ പാലം പൊളിച്ചാൽ അത് എത്ര പെട്ടെന്ന് പൊളിച്ചിട്ട് പെട്ടെന്ന് ഇനി സമയങ്ങൾ മഴക്കാലം വർഷകാലം തുടങ്ങാൻ കുറച്ച് മാസങ്ങൾ കൂടെ ഉണ്ട്. കോൺട്രാക്ടർക്കാർ വിചാരിച്ചാൽ ഈ പണി എത്ര പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുക. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പാലം മൂലം അല്ല, ഈ തടയണം മൂലം നിരപരാധികളുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഇതിന് ആര് മറുപടി പറയും? കോൺട്രാക്ടറോ, എഞ്ചിനീയർമാരോ, രാഷ്ട്രീയ കക്ഷികളോ, അതോ സർക്കാരുകളോ? ഇത്തരം പരിസ്ഥിതി ലോല മേഖലയിൽ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ രൂപകൽപ്പന ആരുടെ ഭാവന? ഇത്തരം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥരുടെ യോഗ്യതയെന്ത്? ഇത്തരം നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് മുൻകാല ചരിത്രങ്ങൾ കൂടി ഒന്ന് വിശകലനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ഇനിയെങ്കിലും ഇത്തരം മനുഷ്യനിർമ്മിത അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ കാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞവരെ ഓർക്കുന്നു. അവർക്കായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.